അപ്പൊ ശ്രദ്ധിക്കുക, ദൈവ സ്നേഹമാണ്. ആ അനുഭവത്തിൽ നമ്മളാകണം. യേശുക്രിസ്തു ദൈവമാണെന്ന് ഓരോ അധ്യായത്തിനും തെളിയിക്കുക. ഇനി യോഹന്നാന്റെ സുവിശേഷം ഈ കർത്താവ് വ്യക്തിപരമായിട്ട് പലരോട് ഇടപെട്ട ഒരു പുസ്തകമാണ്. നിക്കോദോമസിനോട് രാത്രി വന്നു, ശമരിയാക്കാരി സ്ത്രീയോട്, പാപിനിയായ സ്ത്രീയോട്, സ്തോത്രം, അങ്ങനെ എത്ര പേരോട് വ്യക്തിപരമായിട്ട്. 1-ാം അധ്യായം മുഴുവൻ പഠിച്ച് എത്ര പേരെ വ്യക്തിപരമായിട്ട് കർത്താവ്, ഫിലിപ്പോസിനെ, നഥാനയേലിനെ, അന്ത്രയോസിനെ, എല്ലാവരുമായിട്ട് എന്ത് നല്ല ഭാഗങ്ങളാണ്. ഞാൻ വിവരിക്കുന്നില്ല. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ പ്രധാന വാതിൽ എന്നാന്നറിയാമോ? 1:12 വായിച്ചോ. 1:12 പ്രധാന വാതിൽ ഇതാ: അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ഈ വാതിൽ കൂടെ അകത്തോട്ട് കയറണ്ടേ? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും, ഒരു വിഭാഗക്കാർക്കല്ല, ഏത് വ്യക്തിക്കും ദൈവമക്കളാകാൻ അധികാരം കൊടുത്തു. ആ വാതിൽ കൂടെ അകത്തോട്ട് കയറിക്കോണം. 1-ാം അധ്യായത്തിൽ അതാ വാതിൽ, സാക്ഷാൽ വാതിലാകുന്ന യേശു ക്രിസ്തു. അത് ഞാൻ അങ്ങനെ പറഞ്ഞാൽ ഒത്തിരി കാര്യം പറയും. ഓരോ അധ്യായത്തിലും നമ്മൾ 1-ാം അധ്യായം ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവകുഞ്ഞാടാ. 2-ാം അധ്യായത്തിൽ കാനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളം വീഞ്ഞാക്കി. 3-ാം അധ്യായത്തിൽ ആമൻ നിത്യജീവൻ കൊടുക്കുന്ന ദൈവം നിക്കോദോമസിനോട്. ആമൻ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആമൻ സ്തോത്രം, ആത്മാവാകുന്ന ദൈവം. 5-ാം അധ്യായത്തിൽ സകല ദീനങ്ങളും പൊറുപ്പിക്കുന്ന ദൈവം. 6-ാം അധ്യായത്തിൽ ജീവന്റെ അപ്പമാ. 7-ാം അധ്യായത്തിൽ ആത്മനിറവിനെ കൊടുക്കുന്ന ദൈവം. 8-ാം അധ്യായത്തിൽ ആമൻ സാക്ഷാൽ വെളിച്ചമായ ദൈവം. 9-ാം അധ്യായത്തിൽ പിറവിയിലെ കുരുടനെ അവിടുന്ന് സൗഖ്യമാക്കി. 10-ാം അധ്യായത്തിൽ നല്ല ഇടയനാകുന്ന ദൈവം. 11-ഉം 12-ഉം അധ്യായം മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവം. 13-ാം അധ്യായം ആമൻ സ്തോത്രം പെസഹായ. പിന്നെ താഴോട്ട് പഠിക്കുമ്പോൾ ശിഷ്യന്മാരുമായിട്ട് രഹസ്യമായ കാര്യങ്ങളാണ് പറഞ്ഞേ, പരസ്യ ശുശ്രൂഷയല്ല. അവരുമായിട്ട് രഹസ്യമായിട്ട് ക്രൂശീകരണം, അനന്തര സംഭവങ്ങളൊക്കെ അവരെ പറഞ്ഞ് ഉറപ്പിക്കുക. ദൈവത്തിന്റെ മഹത്വം. അത് വളരെ മനോഹരമായ പുസ്തകമായ യോഹന്നാന്റെ സുവിശേഷം. എല്ലാ ഭാഗത്തേക്കും പോകുന്നില്ല. നമ്മൾ ഇന്ന് രാത്രി വായിച്ച കുറുവാക്യം 11-ാം അധ്യായത്തിന്റെ 21. പശ്ചാത്തല ഭാഗം അറിയാം. ബഥാനിയിലെ ഒരു ഭവനം, അവിടെ 2-3 പേരെ എടുത്തു പറഞ്ഞു. മാർത്ത, മറിയ, ആങ്ങള ലാസർ. യേശു ഈ ഭവനത്തെ വളരെ സ്നേഹിച്ചു. 3 പേരെയാ എടുത്തു പറയുന്നത്. ഇത് ചിലർ പറയുന്നത് കുഷ്ഠരോഗിയായ ശിമോന്റെ വീട്, ഇവരുടെ അപ്പൻ ശിമോനായിരുന്നെന്ന് ചിലർ പറയുന്നു. കുഷ്ഠരോഗിയായിരുന്നു, യേശു സൗഖ്യമാക്കി. അതുകൊണ്ട് യേശു ഈ വീടുമായിട്ട് വളരെ അടുപ്പമുണ്ടായിരുന്നു. എന്നാൽ വേറൊരു ഭാഗത്ത് വായിക്കുന്ന എല്ലാവരും ഈ മാർത്തേനെ അങ്ങ് ചിലർ കുറ്റം പറയും, മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു. അത് കേൾക്കുമ്പോൾ ചില സഹോദരിമാർ വിട്ട് പറപ്പിക്കുന്ന കാണാം. മറിയ ഗുരുവിൻ്റെ കാൽക്കല്ലിരുന്നു, മാർത്ത അടുക്കളയിൽ ആള് വേണ്ടായോ? എല്ലാവരും കാലിൻ്റെ അവിടെ ഇരുന്ന, അടുക്കളയിൽ നിൽക്കണം, കാലിൻ്റെ അവിടെ ഇരിക്കണം. എൻ്റെ ഭാഷയെ പറഞ്ഞാൽ അടുക്കളയിൽ പെരുമാറുന്നെങ്കിൽ ശ്രദ്ധ ഇവിടെ ഉണ്ട്. പിന്നെ അതുകൊണ്ടല്ലേ പുനരുത്ഥാനത്തെ പറ്റി അവൾ ക്ലാസ് എടുത്തത് യേശുവിന്. അടുക്കളയിൽ പെരുമാറുന്നുണ്ട്, അല്ല അതിനും ആള് വേണ്ടായോ? പക്ഷെ എല്ലാവരും മറിയാനെ അങ്ങ് പുകഴ്ത്തും. അത് പുകഴ്ത്തിക്കോ, കുഴപ്പമില്ല. എന്നാലും മാർത്തയ്ക്ക് നല്ലൊരു സ്ത്രീയാ. കാരണം നിങ്ങൾ പുസ്തകം പഠിച്ചാൽ ഈ വീട്ടിൽ യേശുവിനെ ആദ്യം കൈക്കൊണ്ടത് മാർത്തയാണ്. മാർത്ത കൈക്കൊണ്ടത് കൊണ്ടാണ് മറിയ പാറപിടത്തിൽ. ഒരു വാക്യം വായിച്ചേ, ലൂക്കോസ് 10:38 ഒന്ന് വായിച്ചേ പെട്ടെന്ന്. റഫറൻസ് അതാന്ന് തോന്നുന്നു. ഒന്ന് വായിച്ചേ, ഞാൻ പറയാം. അതാണോ? പിന്നെ അവർ യാത്ര പോകുകയും. അത് തന്നെ വായിച്ചോ. പിന്നെ അവർ യാത്ര പോകുകയും. ഒന്നുകൂടെ വായിച്ചേ. പിന്നെ അവർ യാത്ര പോകുകയും അവനൊരു ഗ്രാമത്തിലെത്തി. മാർത്ത എന്ന് പേരുള്ള ഒരു സ്ത്രീ അവനെ വീട്ടിൽ കൈക്കൊണ്ടു. അവൾ ആദ്യം കൈക്കൊണ്ടേ. എല്ലാരും മറിയെ അങ്ങ് കളത്തിക്കോ. പക്ഷെ ഈ വീട്ടിൽ യേശുവിനെ ആദ്യം കൈക്കൊണ്ടത് മാർത്തയാ. നീ യേശുവിനെ കൈക്കൊള്ളണം കേട്ടോ. നിന്റെ വീട്ടിൽ, ഞാൻ കടത്തി പറയാം, നിന്റെ വീട്ടിൽ യേശുവിനെ കൈക്കൊണ്ടാൽ നാറ്റമെല്ലാം മാറും. നിന്റെ ജീവിതത്തിന്റെ വ്യക്തിപരമായ നാറ്റം, കുടുംബത്തിന്റെ നാറ്റം, എൻ്റെ ഭാഷ പറഞ്ഞാൽ ദേശത്തിന്റെ നാറ്റം. അവൻ സകല അഴുക്കും മാറ്റുവാൻ കഴിവുള്ളവനായ യേശു. മാർത്തയാ യേശുവിനെ വീട്ടിൽ കൈക്കൊണ്ടത്. യേശു ഈ വീട്ടിൽ പലപ്പോഴും വരും. യെരൂശലേമിലേക്ക് പോകുമ്പം ബഥാനി അടുത്താണല്ലോ. യേശു തന്നെയല്ലല്ലോ വരുന്നത്, എത്ര എണ്ണമാ കൂടെ? ഇന്നെങ്ങാനും അങ്ങനെ വന്നാൽ പറയും ഒരു യോഗം മതി, ഇനിയും ഫോണിൽ കൂടെ അങ്ങ് യോഗം നടത്താം. ഓൺലൈനിലുള്ള
ഓൺലൈനിലാകുമ്പോൾ പിന്നെ വെള്ളവും കൊടുക്കണ്ട, കാപ്പിയും കൊടുക്കണ്ട, 10 രൂപയും കൊടുക്കണ്ട, കട്ടിലും കൊടുക്കണ്ട, മെത്തയും ഒന്നും കൊടുക്കണ്ട. ഓൺലൈനില്ല, ചിരിച്ചാൽ മതിയല്ലേ. ഹായ്, മുടക്കൊന്നും എല്ലാവർക്കും ഇപ്പം അതാ ഇഷ്ടം അല്ലേ? ആട്ടെ, ഞാനൊന്നും പറയുന്നില്ല. ആ കോവിഡ് വന്നതാ ഇതെല്ലാം. ഇപ്പൊ കൺവെൻഷൻ ആളില്ല, എങ്ങനെ ആൾ വരാൻ? എല്ലാവരും വീട്ടിൽ ഇരുന്ന് കാണുകയല്ലയോ? നാളൊരാൾ പറഞ്ഞു അവിടെ ചെന്ന് കാണുന്നതിൽ നന്നായിട്ട് അല്ല, ഇവർക്കും പണി വേണ്ട, ഇല്ല കുത്തമെല്ലാം കൂടെ അവിടെ കൊണ്ടുപോകും, അവർക്കും വേണ്ട, എല്ലാം നന്നായി വരട്ടെ, അല്ല ഇതെല്ലാം തുരുമ്പടിച്ചു പോയാൽ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മാർത്ത യേശുവിനെ വീട്ടിൽ കൈക്കൊണ്ട്, യേശു പലപ്പോഴും ഈ വീട്ടിൽ വരും. താൻ സ്നേഹിച്ച ഒരു ഭവനമാണ്, നല്ല അനുഗ്രഹിക്കപ്പെട്ട ഭവനം. മാർത്ത എൻ്റെ ഭാഷ പറഞ്ഞ അടുക്കളയിലുമൊക്കെ പെരുമാറുക, മറിയ പാറപിടത്തിലിരിപ്പുണ്ട്. ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ ഇരിക്കുമ്പോൾ യേശു സ്നേഹിച്ച ഈ ഭവനത്തിലെ ലാസർ ദീനമായി. യേശുവിനെ ആള് വിട്ടില്ല, യേശുവിനെ അറിയ യേശു പോയില്ല. ദീനം കൂടി യേശു പോയില്ല, ഇവൻ മരിച്ചു, യേശു പോയില്ല. എൻ്റെ ഭാഷ പറഞ്ഞ അനുശോചനത്തിന് പോലും വന്ന ശിഷ്യന്മാരെ ഇപ്പം നമ്മൾ പോയില്ലെങ്കിലും പോകുന്നവരോട് പറഞ്ഞ് എനിക്ക് വരാനൊക്കുന്നില്ല, എൻ്റെ പേരും കൂടെ ഒന്ന് പറഞ്ഞേക്കണം, കുഞ്ഞാണ്ടിയും കൂടെ അനുശോചിക്കുന്നു. ഉടനെ നമ്മൾ പറയും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെ ഭാര്യയുടെയും എൻ്റെ മക്കളിപ്പോൾ ഒരാൾ കാനഡയിൽ, ഒരാൾ എല്ലാവരും അറിയണം ഉണ്ടെന്ന്. കാനഡയിലുണ്ട്, എൻ്റെ ഇളയ മകൻ ഹൂസ്റ്റണിലുണ്ട്. പിന്നെ ഞാൻ ഇങ്ങോട്ട് പോകുന്നപ്പോൾ കുഞ്ചാണ്ടി എന്നോട് പറഞ്ഞ് എൻ്റെയും കൂടെ ഒന്ന്. അങ്ങനല്ലേ ഇപ്പം? മിണ്ടുന്നില്ല, നിങ്ങളാരും മിണ്ടുന്നില്ല. അങ്ങനെ ഇപ്പം പിന്നെ വേറൊരു പരിപാടി ഉണ്ട്, നമ്മളെല്ലാം പോയിരിക്കുക, ടി വി കാണിക്കുക. അമേരിക്കയിലും പേർഷ്യയിലും ഒക്കെ ഇരുന്ന് അവനെ നട്സ് കറിച്ചോണ്ടാണ്. സിനിമ ആയിട്ട് ഞങ്ങൾ വളരെ അടുപ്പമായിരുന്നു. ഹല്ലേലൂയ. എന്നാളൊരുത്തൻ കിറു തൂത്തോണ്ട് പറയുന്നു, ആരാണോന്നും എന്നോട് ചോദിക്കരുത്. വേറൊരു അന്തരീക്ഷമായി. ചുരുക്കി പറഞ്ഞ യേശു അനുശോചനത്തിന് പോലും ഒരെണ്ണത്തിന് വിട്ടില്ല. ചില ദിവസം കഴിഞ്ഞപ്പോൾ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു നമുക്ക് ബഥാന്യ വരെ പോകാം. അന്നേരം തോമാസ് പറഞ്ഞു നമുക്കും ചാകാം. കാരണം തോമാസിന്റെ ഹൃദയത്തിലെ ചിന്ത വേറൊരു ചിന്തയും കൂടെ ഉണ്ട്. ആ വീട്ടിൽ ഒത്തിരി പ്രാവശ്യം പോയി തിന്നുകയും കുടിക്കുകയും കിടക്കുകയും ചെയ്തതാണ്. ആ ചെറുക്കന് ദീനമാണെന്ന് ഇങ്ങേരൊന്ന് പോയോ? ഇല്ല. എന്നാൽ ഞങ്ങളെ ഒരാളെ വിട്ടോ? ഇല്ല. എന്നാൽ ദീനം കൂടിയപ്പോൾ ഒരാളെ ഒന്ന് വിടണ്ടേ? വിട്ടില്ല. എന്നാൽ അടക്കത്തിനെങ്കിലും ഒന്ന് എന്നിട്ടും മതി. ഇപ്പം അങ്ങോട്ട് പോവുക, സൂക്ഷം തല്ലിക്കൊല്ലും. അപ്പൊ തോമാസിന് മനസ്സിലായി നമുക്കും പോയി ചാകാം. പക്ഷെ യേശു ശിഷ്യന്മാർ ഈ വീട്ടിൽ വരിക, ബഥാന്യ വന്നപ്പോൾ, പശ്ചാത്തല ഭാഗം വന്നപ്പോൾ മാർത്ത കേട്ടു ഗുരു വന്നെന്ന്. അവൾ എഴുന്നേറ്റോട് ചെന്ന് യേശുവിനോട് പറയുന്ന ഭാഗമാണ് നമ്മുടെ കുറുവാക്യം. യേശുവേ, വായിച്ചേ 21-ാം വാക്യം. മാർത്ത യേശുവിനോട് കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കത്തില്ലായിരുന്നു. ഞാൻ താഴോട്ടുള്ള ഭാഗം ഒന്നും വിവരിക്കുന്നില്ല. പക്ഷെ യേശു ലാസറിനെ ഉയർപ്പിച്ചു. നിങ്ങൾക്കറിയാം, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് രാത്രി കമ്പിവാചകം പോലെ 1-2 കാര്യം പറയാ. കർത്താവിനോട് മാർത്ത പറയുക, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കത്തില്ല. ഇന്ന് രാത്രി മരിക്കാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം? നമ്മൾ മരിക്കാതിരിക്കാൻ എന്തെല്ലാം കാര്യമാണ് ചെയ്യുന്നത്. രാവിലെ നടക്കുന്നു, വീശി നടക്കാനാ പറഞ്ഞു, മരിക്കാതിരിക്കാനാ. എണ്ണ ചേർത്ത പലഹാരമല്ല ഇഷ്ടമാ, എന്നാലും വേണ്ട, മരിക്കാതിരിക്കാനാ. ഇല്ലേ? അതെ. കാശും പുത്തനും ഉള്ളവർ ആണ്ടോടാണ്ടൊക്കെ എണ്ണത്തോണി കിടക്കുന്നു, മരിക്കാതിരിക്കാനാ. പെട്ടെന്ന് ഇല്ലേ? നിങ്ങൾ പറ. അതെ. ചിലര് ഈ കടയിലൊക്കെ ചെന്ന് സാധനങ്ങൾ എടുത്ത് അതിൻ്റെ അളവൊക്കെ നോക്കിയാ മേടിക്കുന്നത്, മരിക്കാതിരിക്കാനാ. അതെ, മരിക്കാതിരിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ. ഏതോ ഒരു പാട്ട് കേട്ടിട്ടുണ്ട്, പാർട്ടിക്കാരുടെയാണ് തോന്നുന്നത്, മരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല. പിന്നെ അടുത്ത എന്നാ, ഞാനും മറന്നു, മരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല. അപ്പോൾ അങ്ങനെയൊക്കെ അത് മനസ്സില്ലെന്ന് പാടിയ പുള്ളിയും മരിച്ചു, ഏറ്റു പാടിയ പുള്ളിക്കാരും മരിച്ചു. എല്ലാം മരണത്തിന്. വണ്ണം വരുത്താലും മണ്ണിനീരയാതു കണ്ണിൻ്റെ ഭംഗിയും മായ കൊട്ടാരമായാലും വിട്ടേ മതിയാകൂ കോട്ടയ്ക്കകത്തേക്കും. മതി മതി.
ആരും പാടുന്നില്ല, പേടിച്ചിട്ടാണെന്ന് തോന്നുന്നു. എന്നാ പറയാം, മരിക്കാതിരിക്കാൻ എന്നാ ചെയ്യണം? മരിക്കാൻ പേടിയല്ലേ എല്ലാത്തിനും. മരിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം? കമ്പിവാചകം പോലെ ചില കാര്യം പറഞ്ഞങ്ങ് നിർത്താം. മരിക്കാതിരിക്കാൻ എന്തോ ചെയ്യണം? വായിച്ചേ ഉൽപ്പത്തി പുസ്തകം 42-ാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യം വായിച്ചേ. പെട്ടെന്ന് വായിക്കണം, ഇനി ചടിയടാന്ന് വായിക്കണം. ഇന്നൊരു 10 മിനിറ്റ് കൂടുതൽ എടുക്കുക. എന്താ പറ, ആന ഇറങ്ങുമോ? മിസ്രൈമിൽ ധാന്യമുണ്ടെന്ന് യാക്കോബ് അറിഞ്ഞപ്പോൾ തന്റെ പുത്രന്മാരോട് നിങ്ങൾ തമ്മിൽ തമ്മിൽ നോക്കി നിൽക്കുന്നത് എന്ത്? മിസ്രൈമിൽ ധാന്യമുണ്ടെന്ന് ഞാൻ കേട്ടിരിക്കുന്നു. നാം മരിക്കാതെ ജീവിച്ചിരിക്കേണ്ടതിന് അവിടെ ചെന്ന് മിസ്രൈമിൽ ചെന്ന് ധാന്യം കൊള്ളണം. വിസ്തരിച്ച് പ്രസംഗിക്കുന്നില്ല, പോയിന്റ് മാത്രം പറഞ്ഞങ്ങ് നിർത്താം. മരിക്കാതിരിക്കാൻ ഒന്ന് മിസ്രൈമിൽ ചെന്ന് ധാന്യം കൊള്ളണം. അപ്പൻ പിള്ളേരോട് പറയാ, കൊച്ചുങ്ങളെ അത്തുപോകാതിരിക്കാൻ മിസ്രൈമിൽ ചെന്ന് ധാന്യം കൊള്ളണം. പശ്ചാത്തലമൊക്കെ പറഞ്ഞാൽ ഇന്ന് വെളുക്കുവോളം പറഞ്ഞങ്ങ് നിൽക്കും, അതുകൊണ്ട് ആ ഭാഗത്തേക്ക് പോകുന്നില്ല. മരിക്കാതിരിക്കാൻ ഒന്ന് മിസ്രൈമിൽ ചെന്ന് ധാന്യം കൊള്ളണം. അതെന്നാ ഈ മിസ്രൈമിൽ ചെന്ന് ധാന്യം കൊള്ളണമെന്ന് പറയാൻ കാര്യം? അതിൻ്റെ ആത്മീക വശം എന്താ? ഈ മിസ്രൈം ആത്മീകമായിട്ട് വ്യാഖ്യാനിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം ഒന്ന് വായിച്ചേ. അറിവുള്ള വാക്യമെങ്കിലും വായിച്ചോ. വെളിപ്പാട് 11:8 പെട്ടെന്ന്. അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീകമായി സോദോമെന്നും മിസ്രൈമെന്നും പേരുള്ളതുമായ മഹാനഗരത്തിന്റെ വീതിയിൽ അവരുടെ ശവം കിടക്കും. പശ്ചാത്തലഭാഗവും ചരിത്രവും വേറെ പുസ്തകം പഠിക്കുന്നവർക്കറിയാം. വെളിപ്പാട് 11 2 സാക്ഷികളാ. അതൊന്നും ഇപ്പം തർക്കമാ, പോകണ്ട നമുക്ക്. ആരാന്നൊക്കെ അവിടെ നിൽക്കട്ടെ. 2 സാക്ഷികൾ. ഈ 2 സാക്ഷികൾ കൊല്ലപ്പെടുകയാണ്. അപ്പോൾ അവർ കൊല്ലപ്പെടുന്നതിന്റെ കാര്യം പറയുക, അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീകമായി സോലോമെന്നും മിസ്രൈമെന്നും പേരുള്ളതുമായ മഹാനഗരത്തിന്റെ വീതിയിൽ. അപ്പൊ ആത്മീകമായി മിസ്രൈം എന്ന് പേരുള്ള മഹാനഗരം, ആ നഗരത്തിലാണ് അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടത്. അങ്ങനെയെങ്കിൽ മിസ്രൈം എന്ന് പറഞ്ഞാൽ ചാകാതിരിക്കാൻ മിസ്രൈമിൽ ചെന്ന് ധാന്യം കൊള്ളണമെന്ന് പറയാൻ കാര്യം, ക്രൂശിന്റെ ചുവട്ടിൽ വന്ന് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. എന്താ? നീ മരിക്കാതിരിക്കാൻ. ദൈവത്തിന്റെ മഹത്വം. എന്നെ കേൾക്കുന്ന പ്രിയരെ, മരിക്കാതിരിക്കാൻ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം ക്രൂശിന്റെ ചുവട്ടിൽ വന്ന് യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. അനുതാപത്തോടെ ആത്മദമനത്തോടെ പാപങ്ങളേറ്റു പറഞ്ഞു ഉപേക്ഷിച്ച്, യേശുവേ ഞാനൊരു മഹാപാപിയായി, എന്റെ പാപം ക്ഷമിക്കണം, അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ എന്റെ പാപങ്ങൾ കഴുകി എന്നെ ശുദ്ധീകരിച്ച് എന്റെ ഉള്ളത്തിലേക്ക് അവിടെ നെടുന്നള്ളി വരണം, എന്നെ ഒരു ദൈവഭക്തനാക്കി തീർക്കണമെന്ന ആത്മാർത്ഥതയോട് പ്രാർത്ഥിച്ച് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച നീ മരിക്കത്തില്ല. ഞാൻ മരിക്കത്തില്ലെന്ന് ഉദ്ദേശിച്ചത് നിത്യമരണമാ. ദൈവത്തിന് മഹത്വം. മരിക്കാതിരിക്കാൻ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം ക്രൂശിന്റെ ചുവട്ടിൽ വന്ന് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ നീ രക്ഷിക്കപ്പെടണം. മരിക്കാതിരിക്കാൻ. 2 വിസ്തരിക്കുന്നില്ല, വാക്യം പറഞ്ഞങ്ങ് വിടുക. വിസ്തരിച്ചാൽ നേരം വെളുക്കുവോളം നിന്ന് വിസ്തരിക്കും. മരിക്കാതിരിക്കാൻ രണ്ടാമത്തെ കാര്യം വായിച്ചോ. പുറപ്പാട് പുസ്തകം 30-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം വായിച്ചേ. പെട്ടെന്ന് വായിരും. പുറപ്പാട് 30:20. അവർ സമാഗമന കൂടാരത്തിൽ കടക്കയോ യഹോവയ്ക്ക് ദഹനയാഗം കഴിക്കേണ്ടതിന് യാഗപീഠത്തിങ്കൽ ശുശ്രൂഷിപ്പാൻ ചെല്ലുകയോ ചെയ്യുമ്പോൾ മരിക്കാതിരിക്കേണ്ടതിന് വെള്ളം കൊണ്ട് കഴുകണം. വെള്ളം കൊണ്ടൊരു കഴുകലുണ്ട്. മരിക്കാതിരിക്കാൻ വെള്ളം കൊണ്ട് കഴുകണം. വിവരിക്കുന്നില്ല. എന്നെ കേൾക്കുന്ന പ്രിയരെ, മരിക്കാതിരിക്കാൻ എൻ്റെ ഭാഷയാ, വെള്ളത്തിലൊരു പരിപാടിയുണ്ട്. മരിക്കാതിരിക്കാൻ വെള്ളത്തിൽ ഒരു പരിപാടി. ആ വെള്ളത്തിലെ പരിപാടി എന്നാന്ന് വെച്ചാൽ, വെള്ളത്തിൽ പരിപാടിയല്ല, വെള്ളം അടിച്ചേച്ചുള്ള പരിപാടിയല്ല. അവൻ സ്നാനപ്പെടണം. മരിക്കാതെ ജീവിച്ചിരിക്കാൻ. എന്തുവാ നിങ്ങൾ രണ്ടും പറയാന്നെ? വെള്ളം അടിക്കുന്ന കാര്യമാണോ? വെള്ളത്തിലെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മരിക്കാതിരിക്കാൻ ചെയ്യേണ്ടത് വെള്ളം കൊണ്ട് കഴുകണം. വെള്ളത്തിൽ എന്ന് പറഞ്ഞാൽ നീ സ്നാനപ്പെടണം. അത് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ വെള്ളത്തിൽ മുങ്ങി നീ സ്നാനപ്പെട്ടാൽ നിത്യമരണത്തിൽ നിനക്ക് രക്ഷയുണ്ട്.
മരിക്കാതിരിക്കാൻ എന്തോ ചെയ്യണം? ഒന്ന്, രക്ഷിക്കപ്പെടണം. രണ്ട്, സ്നാനപ്പെടണം. വിവരിക്കുന്നില്ല, പോയിന്റ് പറഞ്ഞു നിർത്തുക. മരിക്കാതിരിക്കാൻ മൂന്നാമത്തെ കാര്യം, പുറപ്പാട് പുസ്തകം തന്നെ 28-ാം അധ്യായത്തിന്റെ 35-ാമത്തെ വാക്യം വായിച്ചേ. 28-35 പെട്ടെന്ന് വായിച്ചു. ശുശ്രൂഷ ചെയ്യുകയിൽ അഹരോൻ അത് ധരിക്കണം. പിന്നെ യഹോവയുടെ മുമ്പാകെ വിശുദ്ധ മന്ദിരത്തിൽ കടക്കുമ്പോഴും പുറത്തു വരുമ്പോഴും അവൻ മരിക്കാതിരിക്കേണ്ടതിന് അതിന്റെ ശബ്ദം കേൾക്കണം. ശബ്ദം കേൾപ്പിക്കണം. മരിക്കാതിരിക്കാൻ എന്തോ ശബ്ദമാണ്, വിസ്തരിക്കാൻ നേരമില്ല ചേട്ടാ. അഹരോന് വസ്ത്രങ്ങളുണ്ട് മഹാപുരോഹിതന്. ആ വസ്ത്രത്തിൽ അതിന്റെ ആ കണ്ണിക തുടങ്ങുന്നത് മുതൽ വായിച്ച് ദൈവദാസനെ. എഫോദിന്റെ അങ്കി മുഴുവനും നീലനൂൽ കൊണ്ട് ഉണ്ടാക്കണം. മുഴുവനും നീലനൂൽ കൊണ്ട് ഉണ്ടാക്കണം. അടുത്തത്, അതിന്റെ നടുവിൽ തല കടപ്പാൻ ഒരു ദ്വാരം വേണം. തല കാണാതിരിക്കരുത്, മൂടി നടക്കരുതെന്ന്. ദ്വാരത്തിന് മൂടി നടക്കരുതെന്ന്. നേരത്തെ മോശ ഇങ്ങനെ ആയിട്ടത്, ഇപ്പൊ നേരെ പുറകോട്ട. നാളെ ചോദിച്ചു, ഇതൊക്കെ എന്തിനാ കൊണ്ട് നടക്കുന്നത്? ഇതൊക്കെ കാണിക്കാനാടേ. മോശ ഇറങ്ങി ഞാൻ പറഞ്ഞു, മൂടാൻ പറഞ്ഞു, ആർക്കും കാണും. ഈ കാലത്ത് പറഞ്ഞു വെച്ചു, മുന്നോട്ട് വേണ്ട, പുറകോട്ടിട്ടോളാം. മനസ്സിലാകുന്നുണ്ടല്ലോ. ദ്വാരത്തിന് നെയ്ത്തുപണിയായ ഒരു നാട ചുറ്റിലും വേണം. പിന്നെ അത് കീറിപ്പോകാതിരിപ്പാൻ കവചത്തിന്റെ ദ്വാരം പോലെ അതിനുണ്ടായിരിക്കണം. പിന്നെ നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ എന്നിവ കൊണ്ട് നീലനൂൽ, ധൂമ്രനൂലും ചുവപ്പും പിരിച്ചത പഞ്ഞി നൂലും. എനിക്ക് ഞാൻ ഒത്തിരി മെന്തിനെ തിന്നു. നീലനൂൽ, ധൂമ്രനൂലും ചുവപ്പും പിരിച്ചത പഞ്ഞി നൂലും 4 നിറം കലർന്ന്. പാടാൻ നേരമില്ല, മോൻ വായിച്ചോ, അല്ല ഇന്ന് പോയി പറ്റുണ്ടാകുകയല്ല. നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ എന്നിവ കൊണ്ട് ചുറ്റും അതിന്റെ വിളുമ്പിൽ മാതളപ്പഴങ്ങളും അവയുടെ ഇടയിൽ ചുറ്റും പൊന്നുകൊണ്ട് മണികളും ഉണ്ടാക്കണം. പൊന്മണി നമ്മുടെ അപ്പുറത്തെ പൊന്മണിയുടെ കാര്യമല്ല, പൊന്ന് കൊണ്ട് മണി ഉണ്ടാക്കണം. അങ്കിയുടെ വിളുമ്പിൽ ചുറ്റും ഒരു പൊന്മണി. അങ്കിയുടെ വിളുമ്പിലെ ചുറ്റിലും ഒരു പൊന്മണി, ഒരു മാതളപ്പഴം, ഒരു പൊന്മണി, പിന്നെ ഒരു പൊന്മണി, ഒരു മാതളപ്പഴം. ഇതാ ഇതിന്റെ ക്രമം. അപ്പൊ ഒരു മാതളപ്പഴം, ഒരു പൊന്മണി, പിന്നെ ഒരു മാതളപ്പഴം, ഒരു ഇത് ഈ ചുറ്റും ഇങ്ങനെ കിടക്കണം. ഈ ഏബോധനെ ചുറ്റും കിടക്കണം. ഇത് ധരിച്ചോണ്ട് വേണം അകത്തോട്ട് കയറാൻ. വേറെ കാര്യമൊക്കെ പറയാനുണ്ട്, നേരമില്ല. അപ്പം അകത്ത് കയറുമ്പം ചുമ്മാ ആട്ടുകല്ലിരിക്കുമ്പോൾ ഇരിക്കരുത്. അത് സ്റ്റേജിലാണെങ്കിലും സഭായുഗത്തിനാണെങ്കിലും ഇവരൊക്കെ സ്തുതിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്നു. ചില വിദ്വാന്മാർ അനങ്ങത്തില്ല, അനങ്ങുകയല്ല. എനിക്ക് പാണ്ഡിത്യം കയറിയാലും അനങ്ങുകയല്ലെന്നാണ് തോന്നുന്നത്. നിങ്ങളൊന്നും വലിയ ആസ്വദിക്കുക, സന്തോഷിക്കുക, എനിക്ക് പ്രാർത്ഥിച്ച് സഹായിക്കുന്നല്ലോ, അഭിനന്ദിക്കുന്നു. ചിലയിടത്ത് എന്നാൽ ചില വാർതാമാർ കയറിയിരുന്ന യുവമാർ അനങ്ങത്തുമില്ല, സ്തോത്രവും പറയുക, ഇങ്ങനെ ഇരിക്കും. ഒടുവിൽ ആശീർവാദത്തിന് ഇരിക്കുക. നമ്മളെ കണ്ടോണ്ടല്ലയോ ജനം ഇരിക്കുന്നേ. നിങ്ങളെല്ലാവരും സന്തോഷിച്ച് ആസ്വദിക്കുന്നതിൽ അഭിനന്ദിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അപ്പൊ അകത്ത് കയറുമ്പോൾ അടങ്ങി നിൽക്കരുത്, ദൈവത്തെ മഹത്വപ്പെടുത്തണം. ശരീരമൊക്കെ വന്ന് അനങ്ങണം, ദൈവത്തെ സ്തുതിക്കണം. ഇങ്ങനെ ചലിച്ചും അനങ്ങിയൊക്കെ നിൽക്കുമ്പം ഈ മാതളപ്പഴവും പൊന്മണി, മാതളപ്പഴം. അപ്പൊ ഈ പൊന്മണി ചെന്ന് മാതളപ്പഴത്തിന് ഒരടിക്കണിങ്, അപ്പൊ ഈ മാതളപ്പഴം അപ്പുറത്തെ പൊന്മണിക്ക് ഒരടിക്കണിങ്. അപ്പൊ ശബ്ദം കേൾപ്പിക്കണം. അങ്ങനല്ലേ വായിച്ചേ? 35 ശുശ്രൂഷ ചെയ്യുകയിൽ അഹരോൻ അത് ധരിക്കണം. പിന്നെ യഹോവയുടെ മുമ്പാകെ വിശുദ്ധ മന്ദിരത്തിൽ കടക്കുമ്പോഴും പുറത്തു വരുമ്പോഴും അവൻ മരിക്കാതിരിക്കേണ്ടതിന് അതിന്റെ ശബ്ദം കേൾക്കണം. ഇങ്ങനെ ഒറ്റമ്പേട്ടയല്ല, ഒറ്റ തന്നെ. ഇതിനിടയ്ക്ക് പെട്ടയില്ല, മനസ്സിലാകുന്നില്ല. ഇങ്ങനെ ശബ്ദം കേൾപ്പിക്കണം. ഇതിങ്ങനെ ഒന്ന് അടിച്ച് ശബ്ദം കേൾപ്പിക്കണം. ഈ ശബ്ദം കേൾപ്പിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ മരിക്കാതിരിക്കാനാ. ശബ്ദമില്ലെങ്കിൽ വെളിയിൽ നിൽക്കുന്നവൻ വലിച്ചു നിന്നെ വെളിയിലിറക്കും. നിതാന്ത്യ വന്ധ്യ ദിവ്യ ചത്തടാ വലിച്ച്
അത് പറയും. അതിന് ശബ്ദം കേൾപ്പിച്ചുകൊണ്ടിരിക്കണം. അല്ലെ ഡോക്ടർ റവറന്റ് തീർന്നടാ വലിക്കടാ എന്ന് പറയും. അപ്പൊ ഇതിന് ശബ്ദം ഇങ്ങനെ മണിയുടെ മാതളപ്പഴവും പൊന്മണിയും കൊണ്ട് ശബ്ദം ഇങ്ങനെ കേൾപ്പിക്കണം. അപ്പൊ ശബ്ദം കേൾപ്പിക്കുമ്പോൾ പുറത്ത് നിൽക്കുന്നവൻ പറയും ചത്തിട്ടില്ലടാ, ആളിപ്പോഴും ജീവനോടെ ഇരിപ്പുണ്ട്. ശബ്ദം കേൾപ്പിക്കുന്നതിന് മരിക്കാതിരിക്കാനാ. എന്തുവാ ഈ ശബ്ദം? ഇപ്പോഴത്തെ കാര്യം ധൈര്യത്തോടെ നമ്മൾ കൃപാസനത്തിന്റെ അടുക്കൽ വന്നിരിക്കുക. യേശുവിന്റെ തിരുമരണം കൊണ്ട് ദൈവാലികത്തിന്റെ തിരശീല മുകളിൽ നിന്ന് താഴോട്ട് ചീന്തി ഒരു പുതുവഴി തുറന്നു. ധൈര്യത്തോടെ നമ്മൾ അടുത്തു വന്നിരിക്കുന്ന ഞാൻ നിങ്ങളും ശബ്ദം കേൾപ്പിക്കണം. എന്തോ നിന്റെ ശബ്ദമാ? മാതളപ്പഴവും പൊന്മണിയും മാതളപ്പഴവും മാറി മാറി കൂട്ടിത്തല്ലുന്ന ശബ്ദമുണ്ട്. അത് കിണിങ്കിണിങ്കിണി കേൾപ്പിക്കണം. എന്തുവാ ഇപ്പോഴത്തെ ശബ്ദം? വായിച്ചേ. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 14-ാം അധ്യായത്തിന്റെ 26-ാം വാക്യമായി കേൾക്കേണ്ട ശബ്ദം എന്നതൊക്കെയാ. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 14-ാം അധ്യായത്തിന്റെ 26 കണ്ണിക തുടങ്ങുന്നത്. ആകയാൽ എന്ത് സഹോദരന്മാരെ നിങ്ങൾ കൂടി വരുമ്പോ ഓരോരുത്തരും സങ്കീർത്തനത്തിന്റെ ശബ്ദം കേൾക്കണം. പിന്നെ ഉപദേശത്തിന്റെ ശബ്ദം കേൾക്കണം. പിന്നെ വെളിപ്പാടിന്റെ ശബ്ദം കേൾക്കണം. പിന്നെ അന്യഭാഷയുടെ ശബ്ദം കേൾക്കണം. ദൈവത്തിന് മകത്വം. അല്ലാതെ മിണ്ടാതെ മൃഗലിക്കാതെ വീട്ടിലോട്ട് പോവുകയല്ല. ഇതിനകത്ത് ഈ ശബ്ദം കേൾപ്പിക്കണം. അവൻ മറുഭാഷ, അന്യഭാഷ. അവൻ മറുഭാഷയിൽ അന്യഭാഷയ്ക്ക് സംസാരിക്കുന്ന മനുഷ്യനോടല്ല, ദൈവത്തോടാ. അവൻ വൻകാര്യങ്ങൾ പ്രസ്താവിക്കുക. ഇത് വിലക്കരുത്. ഇതിന്റെ ശബ്ദം കേട്ടോണ്ടിരിക്കണം. ദൈവത്തിന് മഹത്വം. ചിലർക്ക് ഇത് മലയാളത്തിൽ പറഞ്ഞ അറിയത്തില്ല. പിന്നെന്തുവാ ഇംഗ്ലീഷിൽ എങ്ങനെയാണ് പറയുന്നത്? ബ്രദർ അന്യഭാഷയുണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക. ചിലക്ക് മലയാളത്തിൽ പറഞ്ഞാൽ മനസ്സിലാകില്ല. അതുകൊണ്ടാ തുടക്കം അങ്ങനെ. ആകയാൽ എന്ത് സഹോദരൻ ബ്രദർ അന്യഭാഷ ഉണ്ടെന്ന്. ഒന്നുകൂടെ വായിച്ചേ. ആകയാൽ എന്ത് സഹോദരന്മാരെ നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തരും സങ്കീർത്തനമുണ്ട്, ഉപദേശമുണ്ട്, വെളിപ്പാടുണ്ട്, അന്യഭാഷയുണ്ട്. ബ്രദർ അത് മതി. നിന്നിട്ടില്ലെന്ന് മരിക്കാതിരിക്കാൻ എന്തോ ചെയ്യണം? ഒന്ന്, ആമ ക്രൂശിന്റെ ചുവട്ടിൽ വന്ന് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. 2, വെള്ളം കൊണ്ട് കടികൾ പ്രാപിക്കണം. ദൈവത്തിന് മഹത്വം. 3, ഇതിന്റെ ശബ്ദം ഇങ്ങനെ കേട്ടോണ്ടിരിക്കണം. ഒരു കാര്യത്തോടെ പറഞ്ഞ് നിർത്തുക. അത് പറയാൻ ഒക്കത്തില്ലല്ലോ. ദൈവത്തിന്റെ മഹത്വം. എന്തായാലും ഇന്ന് പ്രാരംഭ ദിവസമായി ചില സമയം പോയി. കുഴപ്പമില്ലല്ലോ. വായിച്ചോ. മരിക്കാത്ത പുസ്തകമൊക്കെ ഞാൻ എടുത്തല്ലേ. നിങ്ങൾ പറയും പുള്ളി ഇളക്കാൻ തുടങ്ങിയതേ ഉള്ളൂ, ഇപ്പോൾ അങ്ങ് നിർത്തുകയല്ലെന്ന്. പുസ്തകം മാറ്റി. മരിക്കാതിരിക്കാൻ എന്തോ ചെയ്യണം? വായിച്ചേ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 3 വായിച്ചേ. മരിക്കാതിരിക്കാൻ എന്തോ ചെയ്യണം? 3:3. എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തൊടുകയും അരുത്. വിസ്തരിക്കാൻ നേരമില്ല. വേറെ വാക്യങ്ങളെല്ലാം കൂടെ ചേർത്ത് കോർത്തിണങ്ങി വിസ്തരിക്കേണ്ടതാ. മരിക്കാതിരിക്കാൻ അരുത് എന്ന് ദൈവം പറഞ്ഞതൊന്നും ചെയ്യരുത്. അരുത് എന്ന് പറഞ്ഞാൽ വേർപാട് പാലിക്കണം. മരിക്കാതിരിക്കാൻ. വിശേഷിച്ച് ദൈവമക്കൾ കർക്കശമായി വേർപാട് പാലിക്കണം. ലോകക്കാരെ പോലെ മറ്റ് മനുഷ്യരെ പോലെ നിങ്ങൾ ജീവിക്കരുത്. നാം വേർപെട്ട ദൈവമക്കളാണ്. എല്ലാ കാര്യത്തിലും വേർപാട് പാലിക്കണം. ഞാൻ ഈ ഭാഗമൊക്കെ മണിക്കൂറുകളെടുത്ത് പറയേണ്ടതാ. അതിനുള്ള പാട്ടും ഉദാഹരണങ്ങളും ഒക്കെ ചേർത്താണ് പറയേണ്ടത്. പക്ഷേ ഇന്ന് നിങ്ങൾ ഇത്രയും നേരം എന്നെ സഹിച്ചിരുന്നല്ലോ, അത് തന്നെ വളരെ നന്ദി. എന്നോടൊരാൾ പറഞ്ഞു ആനയുണ്ടെന്ന് പറഞ്ഞു. ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ ആ ഫോറസ്റ്റിൽ അവരോട് ചോദിച്ചു, സാറേ അങ്ങോട്ട് സൂക്ഷിച്ചു പോകണം, ആന ഇറങ്ങേണ്ട സമയമായെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞതാണ്. ഞങ്ങളൊരു വണ്ടിയുടെ പുറകെയാണ് പോകുന്നത്. ഓടിച്ച സഹോദരനെ ഞാൻ ചോദിച്ചു, ആന ഉള്ളിടത്തൊക്കെ ഓടിച്ചിട്ടുണ്ടോ? ഇല്ല, ആദ്യമായിട്ടാണെന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ പറഞ്ഞു ആ വണ്ടിയുടെ പുറകെ പോകാം, അഥവാ എന്തേലും. പിന്നെ അവരെ പിടിക്കുകയല്ല,
അവർക്കാകുമ്പോൾ പരിചയം ഉണ്ടല്ലോ. തിരിച്ചങ്ങോട്ട് എല്ലാവരും ഉണ്ടോ? ആട്ടെ, ഇപ്പം ചെല്ലി ചോദിക്കുക അയാളെ ആന പിടിക്കുന്ന നല്ലതായിരിക്കുമെന്ന്. അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ട്. ദൈവത്തിന് മഹത്വം. ഒരു കാര്യം പറയാം, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർക്കശമായി വേർപാട് പാലിക്കണം. പെന്തിക്കോസുകാരോട് ഞാനൊരു കാര്യം പറയാം, ഇതുവരെ മറ്റുള്ളവരോട് ചേർത്താ പറഞ്ഞത്. നീ വേർപാട് പാലിക്കണം. ഉണ്ടല്ലോ ആഘോഷവും ചടങ്ങും മേളാങ്കവും ഒക്കെ, നീ പോകരുത്. ലോകക്കാർ ജീവിക്കുന്നത് പോലെ ചെയ്യുന്നത് പോലെ നീ ചെയ്യുകയും ജീവിക്കുകയും ചെയ്യരുത്. വേർപാട് പാലിക്കണം. സഭയ്ക്കകത്തായിരുന്നു ഞാൻ കുറച്ച് കാര്യം പറയാം. ഇതിപ്പോൾ ഈ ഓപ്പൺ ഗ്രൗണ്ടിലല്ലയോ നിങ്ങളും പറയാം അയൊക്കെ എന്നാ പറയണേ എവിടെ പറയണമെന്ന് വെളിവൊന്നുമില്ലെന്ന്. അതുകൊണ്ട് ഞാനങ്ങ് അടങ്ങുക. ദൈവത്തിന് മഹത്വം. മരിക്കാതിരിക്കാൻ ചെയ്യേണ്ടത്: 1, ക്രൂശിൻ്റെ ചുവട്ട് വന്ന് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. 2, വെള്ളത്തിൽ മുങ്ങി നീ സ്നാനപ്പെടണം. 3, അഭിഷേകം പ്രാപിച്ച് അന്യഭാഷയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തണം. 4, കർക്കശമായ വേർപാട് പാലിക്കണം. അങ്ങനെ ജീവിക്കുന്നവർക്ക് അവൻ നിത്യമരണത്തിൽ നിന്ന് രക്ഷപ്പെടാ, കർത്താവിനോട് കൂടെ എന്നേക്കും പാടാ. ആമേൻ. പൗലോസ് തെസ്സലോനിക്ക ലേഖനത്തിൽ പറഞ്ഞല്ലോ, ആമേൻ സ്തോത്രം, ഇങ്ങനെ നാം എപ്പോഴും നമ്മുടെ കർത്താവിനോട് കൂടെ ആയിരിക്കും. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഒരിക്കൽ കൂടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആ പഴയ പാട്ടിന്റെ 2 ചരണം പാടാ. ഈ റജിപ്പാസയുടെ അപ്പച്ചനും അമ്മച്ചൊക്കെ പഴയ വേർപാടുകാരാ. പഴയ പാട്ടൊക്കെ ഇഷ്ടം പോലെ അറിയാം. ജെയിംസിന് നന്നായിട്ട് പാട്ടറിയാം. ഞങ്ങൾ ഒത്തിരി പാടിയിട്ടുണ്ട്. അപ്പോൾ ഒരു പഴയ പാട്ടിന്റെ 2 ചരണം അറിയാവുന്നവരങ്ങ് ചേർന്ന് പാട്. ഏതായാലും സമയം പോയി, പണ്ടൊരു നല്ല പറഞ്ഞ് ഏതായാലും നരകത്തില, എന്നാ പിന്നെ കുറിച്ചിയും കൂടെ അങ്ങ് ചൂടാം എന്ന് പറഞ്ഞ പോലെ ഏതായാലും താമസിച്ചു. ഈ 2 പാട്ടുകൂടെ പാടിയങ്ങ് പോകാം. ദൈവത്തിന്റെ മഹത്വം. ഇവയിൽ മാത്രം ധ്യാനമേ കരളിനരുളുന്ന ആനന്ദം. ഇവയിൽ മാത്രം. നിങ്ങൾ പാട്ടുകാരുടെ വൈ പാട്ടറിയാമോ? അറിയാൻ മേലും വാ, കയറി വാ, ഓടി വാ. അറിയാൻ മേലും ചുണ്ടൊക്കെ വന്ന് ഇങ്ങനെയൊക്കെ വെക്കും. ഓടി വാ, ഓടി വാ കൊച്ചുങ്ങളെ, സമയം പോയി. ഇവയിൽ മാത്രം ധ്യാനമേ കരളിനരുളുന്ന ആനന്ദം. ഇവയിൽ മാത്രം ധ്യാനമേ കരളിനരുളുന്ന ആനന്ദം. ഇരവും പകലും ഇവയെ പറ്റി പാടും ഗീതം സാനന്ദം. ഇകത്തെ വിട്ട് ഞാൻ പിരിഞ്ഞ ശേഷം ഇത് താനേ എനിക്കാലമ്മ. ഇകത്തെ വിട്ട് ഞാൻ പിരിഞ്ഞ ശേഷം ഇത് താനേ എനിക്കാലമ്മ. കാണും ഞാനൻ മോക്ഷപുരേ താതൻ ചാരേ ശാലേപുരേ. ആമേ. കാണും ഞാനൻ ആമേ. കാണും ഞാനൻ മോക്ഷപുരേ ശാലേപുരേ. കൊതിച്ചൊരു നാഥനെ കാൺമതിനധികാലമായി ഓ അതിശയമിതമഗതിയെ ഭൂമി വീണ്ടെടുത്തൊരു ഓ അതിശയമിതമഗതിയെ ഭൂമി വീണ്ടെടുത്തൊരു ദേവനെ. 1000 പതിനായിരങ്ങളിൽ തിങ്ങുമൻ പ്രിയനെ. 1000 പതിനായിരങ്ങളിൽ അഴകു തിങ്ങുമൻ പ്രിയനെ. കാണും കൈയടിച്ച് ചേർന്ന് ഓ താതൻ ചാരേ ശാലേപുരേ. കാണും ഞാനേ മോക്ഷപുരേ താതൻ ചാരേ ശാലേപുരേ. ഇവിടെനിക്കുന്ന സേവ ചെയ്യും അദൃശ്യ ഫലദൂതരെ. ഇവിടെനിക്കുന്ന സേവ ചെയ്യും അദൃശ്യ ഫലദൂതരെ. അവിടെ ഞാൻ അവർ സമമം തേജസ്സിനുടലണിഞ്ഞു വസിക്കവേ. അവിടെ ഞാൻ അവർ സമമം തേജസ്സിനുടലണിഞ്ഞു വസിക്കവേ. ഓ വാഴ്ചകളധികാരമധിക ദൂത സഞ്ജയ ശ്രേഷ്ഠരെ. ഓ വാഴ്ചകളധികാരമധിക ദൂത സഞ്ജയ ശ്രേഷ്ഠരെ. ഓ വരത്തിൽ ഉന്നതൻ പരിശുദ്ധർക്കായി പണി ചെയ്യും മണി സൗധങ്ങൾ. ഓ വരത്തിൽ ഉന്നതൻ പരിശുദ്ധർക്കായി പണി ചെയ്യും മണി സൗധങ്ങൾ. പരിചിലായവർക്കായി ഒരുക്കിടും വിവിധ മോഹന
കരകളെ കാണും ഞാൻ മോക്ഷപുരേ താരഞ്ചാരേ ശാലേപുരേ കാണും ഞാൻ മോക്ഷപുരേ താരഞ്ചാരേ ശാലേപുരേ വിവിധ കനികൾ മാസം തോറും വിളയിക്കും വിവിധ കനികൾ മാസം തോറും വിളയിക്കും ജീവമരമത് അവയിൽ ഇലകൾ ജാതികൾ കണ്ണരുളും രോഗശമനവും അവയിൽ ഇലകൾ ജാതികൾ കണ്ണരുളും രോഗശമനവും പളുങ്കുപോലെ ശുഭ്രമായ ജീവനദിயின் കരകളിൽ പളുങ്കുപോലെ ശുഭ്രമായ ജീവനദിயின் കരകളിൽ കാണും ഞാൻ മോക്ഷപുരേ താരഞ്ചാരേ ശാലേപുരേ കാണും ഞാൻ മോക്ഷപുരേ താരഞ്ചാരേ ശാലേപുരേ ഓ ഇവയിൽ മാത്രം ധ്യാനമേ കരളിനരുളും ആനന്ദം ഇവയിൽ മാത്രം ധ്യാനമേ കരളിനരുളും ആനന്ദം ഇരവും പകലും ഇവയെ പറ്റി പാടും ഗീതം സാനന്ദം ഓ ഇരവും പകലും ഇവയെ പറ്റി ഞാൻ പാടും ഗീതം സാനന്ദം ഓ ഇകത്തെ വിട്ടു ഞാൻ പിരിഞ്ഞ ശേഷം ഇതുതാനേ എനിക്ക് ആനന്ദം ഇകത്തെ വിട്ടു ഞാൻ പിരിഞ്ഞ ശേഷം ഇതുതാനേ എനിക്ക് ആനന്ദം കാണും ഞാൻ മോക്ഷപുരേ താരഞ്ചാരേ ശാലേപുരേ കാണും ഞാൻ മോക്ഷപുരേ താരഞ്ചാരേ ശാലേപുരേ കാണും ഞാൻ മോക്ഷപുരേ താരഞ്ചാരേ ശാലേപുരേ കരമുയർത്തി ഹല്ലേലൂയ പാടാം. ഇതുവരെ എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. പിതാക്കന്മാര്, മാതാക്കള്, സമീപവാസികൾ, ദൂരത്തിരുന്ന് ശ്രദ്ധിച്ചവർ, ദേശവാസികൾ, ഈ വടാട്ടുപാറയിലുള്ള എല്ലാ ബഹുമാനരായ പ്രിയപ്പെട്ടവർ, സ്റ്റേജിലും സദസ്സിലുമായിരുന്ന കർത്തദാസന്മാർ, ഗായക സംഘം, ഒരു കാര്യം അഭിനന്ദിക്കാം. നിങ്ങൾ വളരെ നന്നായിട്ട് വസ്ത്രമൊക്കെ ധരിച്ച് യോഗ്യമായിട്ട് നിൽക്കുന്നു. ദൈവം നിങ്ങളെ എന്തിക്കട്ടെ. ചിലയിടങ്ങളിൽ ചെന്നാലൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. വളരെ നന്നായിരിക്കുന്നു. മൈക്ക് സെറ്റ് നന്നായിട്ട് വർക്ക് ചെയ്തു. മോൻ്റെ പേരെന്നാ? രക്ഷിക്കപ്പെട്ടതാണോ? യേശുവിനെ അറിഞ്ഞുകൊണ്ട് ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ച നരകത്തിൽ പോകരുത്. യേശു ഏകദൈവം, യേശു ക്രിസ്തു രക്ഷിതാവ്. വളരെ നന്നായിരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. കർത്താവ് ഒരു വിഭാഗത്തിൻ്റെ ദൈവമല്ല, മുഴു ലോകത്തിൻ്റെ ദൈവമാണ്. മോനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത് രക്ഷിക്കപ്പെട്ടവരില്ലയോ? ഇത് നമ്മുടെ ആളാണോ? ആട്ടെ. ദൈവം അഭിഷേകമൊക്കെ പ്രാപിച്ചാന്നേ. ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളും എല്ലാം രക്ഷിക്കപ്പെട്ടതാണ്. ഇപ്പം പാട്ടുകാരോടൊക്കെ ചോദിക്കേണ്ട ഗതികേടാ വന്നേക്കുന്നത്. ഞാൻ നീ പാടി രക്ഷിക്കപ്പെട്ടതാണോ എന്ന് ചോദിക്കേണ്ട ഗതികേട്. ഇത് പിന്നെ വലിയ തരക്കേടില്ല. ദൈവം എല്ലാം നമ്മുടെ ഹൃദംപാടും എല്ലാം രക്ഷിക്കപ്പെട്ടതല്ലയോ? ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇപ്പം ഇതുവരെ സഹിച്ചതിന് ഒത്തിരി നന്ദി. ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഇറങ്ങിപ്പോകരുത്. ഒറ്റ നിമിഷം ഒക്കുന്നെങ്കിൽ കരമൊന്ന് വീശി ഉയർത്തി എല്ലാവരും ഇന്നും എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ കരങ്ങൾ വീശി ഓ ഇന്നും എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. ജനമേ, യഹോവ നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. ഒരിക്കൽ കൂടി കരമുയർത്തി ഹല്ലേലൂയ പാടാം. ഹല്ലേലൂയ.